ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ 2-3 ദിവസം ചെറിയൊരു കർഷകനായെന്ന് വിചാരിച്ചു. അതുകൊണ്ടല്ല, നമ്മുടെ ഏലത്തോട്ടത്തിൽ വന്നതാണ്. നമ്മൾ ഏലത്തിന് മരുന്നടിക്കാൻ വേണ്ടി പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കാണിച്ചൊക്കെ തരാം. അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുള്ള നമ്മുടെ ഒരു സ്ഥലത്തിലാണ് ഈ കാണുന്ന ഏലത്തിന് മരുന്നടിക്കാൻ വേണ്ടി വന്നതാണ്. കായൊന്നും ഇല്ല കേട്ടോ, മൊത്തം പോയി കിടക്കുവാണ്, എല്ലാം പോയി. ഇവിടെ ഒരു മരം ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു വീണപ്പോഴാണ് ഈ ഏലമൊക്കെ പോയത്. അപ്പോൾ നമ്മളത് ഇവിടെ മരുന്നടിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മോട്ടറെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മരുന്നൊക്കെ ഇവിടെ കൂട്ടി വെച്ചേക്കുവാണ്. ഈ ടാങ്കിൻ്റെ അകത്ത് നമ്മളിനി മോട്ടർ വഴി ഈ കാണുന്ന പൈപ്പിൽ കൂടെ നേരെ താഴത്തോട്ടാണ് പോണത്. അപ്പോൾ താഴത്തോട്ട് അച്ഛൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇനി മോട്ടർ ഓൺ ചെയ്ത് വിട്ടിട്ട് ഇനി താഴത്തോട്ട് ഇറങ്ങി പോകണം. ഞാൻ അന്നേരം താഴെ നിന്ന് വെച്ചാണ് മരുന്നടിക്കാൻ പോകുന്നത്. കുറേ നാളായിട്ടോ മരുന്നൊക്കെ അടിക്കാമെന്ന് വെച്ച്. ബാംഗ്ലൂർ പോയതിന് ശേഷം അങ്ങനത്തെ ഈ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിനി ഇത് ഓൺ ചെയ്ത് വിട്ടിട്ട് രാത്രി ഇറങ്ങിപ്പോൾ എന്നിട്ട് ഞാൻ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അതെ, നമ്മൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ടോ. അതേ അങ്ങ് കാണുന്ന വീടൊക്കെ ഉണ്ടോ. അതേ അങ്ങ് കാണുന്ന വീടൊക്കെ. ആ വീടിൻ്റെ അടുത്തായിട്ട് നമ്മുടെ വീട് വരുന്നത്. ഈ കാണുന്നതാണ് ഇത് കണ്ടോ, ഇവിടെ ഒരു വീട് കാണുന്നുണ്ടോ. അതിന് കുറച്ച് താഴെ അടുത്ത് ഇവിടെ ഏകദേശം ഈ സൈഡിലൊക്കെ ആയിട്ട് വരും നമ്മുടെ വീട്. നമ്മളിങ്ങനെ അപ്പോൾ ആ റോഡിൽ കൂടെ ചുറ്റിക്കറങ്ങിയാണ് നമ്മൾ വന്നത്. കൊണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ കേട്ടോ. ഇന്നെന്താണെന്ന് പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. താഴത്തോട്ട് ഈ കാണുന്ന ഇതെല്ലാം നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ എല്ലാം ഏലത്തിന് മരുന്ന് അടിക്കണം. അല്ലത് ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് അവിടെ ഒരു ഭയങ്കര തിട്ടായതുകൊണ്ട് കേട്ടോ അവിടെ അങ്ങനെ കിടക്കുന്നത്. നമുക്ക് അവിടെ നമ്മൾ ഏലം വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴം വരെ നമുക്ക് ഏലമുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് താഴെ ഇറങ്ങി പോകണം. ഈ മോട്ടർ ഓൺ ചെയ്ത് വിട്ടിട്ട് നമ്മളിവിടെ അടിച്ചാണ് കൂട്ടുന്നത്. ഇവിടുന്ന് വെച്ച് കൂട്ടിയിട്ട് നമ്മളങ്ങ് താഴത്തോട്ട് ഇറങ്ങി പോകണം. മോട്ടർ അടിച്ച് വിട്ടിട്ട് അങ്ങ് താഴെ ചെല്ലണം കേട്ടോ. എന്നിട്ട് വേണം അവിടുന്ന് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അച്ഛൻ അങ്ങ് താഴെ വെള്ളം അടിച്ചിടണം. ഈ ടാങ്കിൻ്റെ അകത്തോട്ട് വെള്ളം അടിച്ചു വിടാൻ വേണ്ടി പോയേക്കുവാണ് കിണറ്റിൽ നിന്ന്. അത് കഴിഞ്ഞ് വേണം അവിടുന്ന് മരുന്നടിച്ച് കയറി വരാൻ വേണ്ടി. ഈ കാണുന്ന പടുതാക്കുഴിയിലോട്ടാണ് നമ്മൾ വെള്ളം അടിച്ചു വിടുന്നത്. ഇപ്പോൾ ഇത് നിറച്ചും ചപ്പൊക്കെ വീണ് നിറഞ്ഞു കിടക്കുകയാണ്. ഉണ്ടാണ് ഇത് വെള്ളം നിറച്ചകത്തത്. ഇത് ഫുള്ള് വെള്ളം നിറച്ചിടുന്നതാണ് കേട്ടോ. ഈ വെള്ളം നിറച്ചിട്ടിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചിട്ടാണ് നമ്മൾ താഴത്തോട്ട് ആ ടാങ്കിൻ്റെ അകത്ത് വെള്ളം വലിച്ച് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പടുതാക്കുളം കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് മൂടിയൊക്കെ കറക്റ്റ് ആക്കിയിട്ടേക്കുന്നുണ്ട്. വലിയ ചപ്പ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പം ഇതിൻ്റെ അകത്തോട്ടാണ് വെള്ളം അടിച്ചു വിടാൻ വേണ്ടി അച്ഛപ്പം ഇറങ്ങി പോയേക്കുന്നത്. എന്നാലും ഇനിയിപ്പോൾ ഈ ചപ്പെല്ലാം എടുത്ത് കളയണം. കഴിഞ്ഞ മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ശേഖരിച്ചിടാണ്ടിരുന്നത്. ഇനി വേനൽക്കാലത്തേക്ക് വേണ്ടി നമ്മളിത് ക്ലിയർ ചെയ്ത് ഇതിൻ്റെ അകത്ത് ചപ്പെല്ലാം വാരി കളയണം. അതെ, നമ്മൾ മോട്ടർ ഓൺ ചെയ്തു. ഇനി നമുക്ക് താഴത്തോട്ട് ഈ വഴി കൂടെ ഇറങ്ങി പോകണം. ഞാൻ മരുന്നടിക്കണമെങ്കിൽ ഇതാ ഈ ഒരു നോസിനും കൂടെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് താഴത്തോട്ട് ഇനി ഇറങ്ങി പോകാം. സൂക്ഷിച്ചൊക്കെ ഇറങ്ങി പോയില്ലെങ്കിൽ തെന്നി വീട് മെടുത്ത് കിട്ടും, നടുപൊടിയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വഴി കൂടെ തന്നെ നേരെ താഴത്തോട്ട് പോകാം. ഈ കാണുന്ന ഈ ചുവന്ന പൈപ്പിൻ്റെ അകത്ത് കേട്ടോ മരുന്ന് താഴത്തോട്ട് പോകണേ. ഇതാണ് അപ്പം മരുന്നടിക്കുന്നത്. ഇതുണ്ടോ, പറന്ന് പോകണം കേട്ടോ മരുന്ന്. മഞ്ഞ പൈപ്പിൻ്റെ അകത്തോടെ അങ്ങ് പോയി അവിടെയാണ് മരുന്നടിക്കുന്നത്. പിന്നെ ഓരോ ഏലത്തിനും മുഴുവൻ നന്നായിട്ട് കുളിപ്പിച്ചടിക്കണം. ഏലക്കൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കേട്ടോ ഏലക്ക ഉണ്ടാവുള്ളൂ. ഇനി മുഴുവൻ ഈ ചപ്പെല്ലാം പറിച്ച് കളയാനുള്ളതാണ്, എല്ലാം ക്ലീൻ ചെയ്യാനുള്ളതാണ്. ആ മരുന്നടിക്കാൻ വേണ്ടി മുഖമൊക്കെ മറിച്ച് കെട്ടിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഇതിലേക്കൂടെ അങ്ങ് ചെല്ലണം. അപ്പറേ പൈപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പൈപ്പ് തുറന്നു വിടണം. ഇതേമാതിരി ഈ പൈപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ജോയിനുണ്ട്. അപ്പോൾ അത് നമ്മൾ അവിടെ പോയി കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി. എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഈ നോസിലൂടെ കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഓസിൻ്റെ തപ്പി നമ്മൾ അതിൻ്റെ ജോയിൻ്റെ അടുത്തോട്ട് പോകണം കേട്ടോ. ആ ജോയിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് അത് തുറന്നു വിടാം. എന്നാലാണ് ഇവിടെ വെള്ളം വരുള്ളൂ. ഏലക്കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മരുന്നടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പണിയുള്ള കാര്യങ്ങളാട്ടോ. അതൊക്കെ പണിക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യുവാണെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഇത് കണ്ടല്ലേ, ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് പക്ഷേ ഇപ്പുറം കാണുന്ന സ്ഥലം ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഇവിടെ വന്നു കേട്ടോ. ഇവിടെയാണ് ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്തു. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. വഴിയിലോട്ട് പെട്ടെന്ന് നമുക്ക് ചെല്ലണം. ഞാൻ അവിടെ ചെല്ലട്ടെ. നമ്മൾ എന്തായാലും നോട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ഇനി മരുന്നിങ്ങനെ അടിച്ച് വിടണം. ഇനി ഡേ 2 നമ്മൾ അടുത്ത ഏലത്തോട്ടത്തിൻ്റെ അകത്ത് മരുന്നടിക്കാൻ പോകണം. ഇത് ജസ്റ്റ് പോകുന്ന വഴിയാണ്. അത് ലെഫ്റ്റ് റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് എസ്റ്റേറ്റുകളാണ്. അപ്പോഴത്തെ ഏലത്തോട്ടങ്ങളൊക്കെ മറച്ച് വെച്ചിരിക്കുന്നതൊക്കെയാണ് ആ ഗ്രീൻ നെറ്റ് വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയൊക്കെ തൈകളുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് മറിച്ചിട്ടേ ഉള്ളൂ. ഇതാണെങ്കിലും പോകുന്ന വഴിക്ക് ഈ 2 ഏലത്തിൻ്റെ അടുക്കൂടെയാണ് ഈ വഴി പോകുന്നത്. അതായത് നല്ല അടിപൊളി ഏലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതായത് നല്ല സെറ്റപ്പാണ്. ഒരു ചെറിയ ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ വേണ്ടി. എന്താ താഴ്ച നിന്നും ലെഫ്റ്റ് സൈഡിലായിട്ട് ചെക്ക് ഡാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിൽ നിന്നാണ് അവർ ഈ ഏലത്തിനുള്ള വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഈ കാണുന്നതാണ് ചെക്ക് ഡാം. ഇന്നലെ നമ്മൾ മരുന്നൊക്കെ അടിച്ചിട്ട് 2ാമത്തെ ദിവസം നമ്മൾ അടുത്ത തോട്ടത്തിൽ മരുന്നടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. നമ്മുടെ അടുത്ത തോട്ടം അച്ഛൻ അവിടെ മരുന്നടിച്ചുകൊണ്ടിരിപ്പുണ്ട്. മരുന്നടിക്കുന്നുണ്ടോ? ഇത് മുഴുവൻ ഇലയെല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ടോ? ഇലയെല്ലാം ഉണങ്ങി കിടക്കുവാണ്. അവിടെ മരുന്നടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റോബസ്റ്റാക്കലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചുണ്ടൊക്കെ വെട്ടിക്കളഞ്ഞ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏലത്തിന് കവാത്തെടുക്കണം എന്ന് പറയും. അതായത് ഈ ഉണങ്ങിയ ഇലകളും പിന്നെ പഴയ തണ്ടുകളെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല ക്ലീനാക്കി നിർത്തും. സോ അതിനാണ് നമ്മൾ കവാത്തെടുക്കാന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് എടുക്കാനുള്ളതാണ്. പിന്നെ ഈ തോട്ടത്തിൻ്റെ നമുക്ക് കുറച്ച് കായ എടുക്കാനുണ്ട്. ഒത്തിരി കായ കിട്ടുന്നില്ലേ, അതിലേക്കൂടെ കുറച്ച് കായകൾ മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കായൊക്കെ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമായിട്ട് ഈ ഏലത്തിൻ്റെ അകത്ത് പണി, ഏലകൃഷി എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്ക് കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട്. അതായത് ഉണ്ടല്ലേ, കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട്. എന്താണെങ്കിലും കുറച്ച് പണി അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആക്ച്വലി ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കെടുത്തൊരു സ്ഥലം കേട്ടോ. ഈ മരുന്നടിച്ചെന്ന് നോക്കാം. ഇതൊരു ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്. ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിൽ ഇതുണ്ട്, നമുക്കൊരു തോടുണ്ട് വെള്ളം ഒഴുകി പോണേ. ഇതുണ്ട ചെറിയൊരു തോട്. അപ്പുറത്തോട്ടൊക്കെ ഏലത്തോട്ടുണ്ട്, അതൊക്കെ വേറെ ആൾക്കാരുടെ കേട്ടോ. ആ ഏലത്തോട്ടമൊക്കെ അല്ലേ. കാപ്പിക്കുരു പഴുത്ത് നിൽക്കുന്നു. ഉണ്ടാ, ഇതാണ് കാപ്പിക്കുരു. ഇനി ഇവിടെ അടിച്ചു വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അടിച്ചു വരാനുണ്ട്. നമുക്ക് താഴെ തോട്ടത്തിൽ പോയി നോക്കാം. അത് നമ്മളെ ഏലത്തിൻ്റെ മരുന്നൊക്കെ അടിച്ച് തീർന്നു കേട്ടോ. അതായത് ഇവിടെ മുതൽ അടിച്ച് തീർന്നു. പിന്നെ നമുക്കിനി ഈ കാണുന്ന ഈ കിടക്കുന്ന ഓസില്ലേ, ഇതെല്ലാം നമുക്ക് വലിച്ച് കെട്ടണം, ചുരുട്ടി എടുത്തുകൊണ്ട് പോകണം. അതേപോലെ തന്നെ കൈ നിൽക്കുന്നുണ്ടോ, ഇതൊരു കൊക്കോ ആയിരുന്നു കേട്ടോ. ഇത് മുഴുവൻ അണ്ണാൻ വന്ന് അവിടെ ഒരു ഹോളുണ്ട്, അണ്ണാൻ വന്ന് മുഴുവൻ തിന്ന് തീർത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ തെങ്ങിലൊക്കെ നിറച്ചും തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഈ തേങ്ങയെല്ലാം വന്നുവെച്ച് മലയണ്ണ വന്ന് മുഴുവൻ കടിച്ച് തുളച്ച് തിന്നിട്ട് പോയി. ഞാൻ രാവിലെ ഇങ്ങനെ ഇവിടെ ഒച്ച വെക്കും. അപ്പോൾ ഈ എണ്ണ വന്നിട്ട് ഇത് മുഴുവൻ കടിച്ച് വെച്ച് തിന്നുന്നതിൻ്റെയാണ്. പുള്ളി നമ്മൾ എന്നിട്ട് ഒച്ച വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ചാടി അടുത്ത മറ്റേക്കൂടെ കയറി പുള്ളി പോയി. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. എന്താ പറയുക, മുഴുവൻ അത് പുള്ളി കരിക്കാകുമ്പോൾ തന്നെ വന്ന് കരിക്കും വെള്ളം കുടിച്ചിട്ട് പുള്ളി വിട്ടടിച്ച് പോവുകയാണ്. അപ്പം എത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. ഇതേപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. നമ്മളപ്പോൾ ഇനി പോയി സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് വണ്ടി കയറ്റിയിട്ട് വീട്ടിൽ പോകണം. Bye bye.